ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഒലി ഫുഡ് കോർട്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമ്പഴങ്ങ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. വീട്ടിൽ നിന്ന് കുറച്ച് അമ്പഴങ്ങ ഉണ്ടെന്നിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ അച്ചാറുണ്ടാക്കിയ സമയത്ത് എനിക്ക് തോന്നി അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം, പക്ഷേ ഒരാഴ്ച വെക്കുമ്പോഴാവും അത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ ഒലി ഫുഡ് കോർട്ട് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 60 അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ സൈസും ഉണ്ട്, വലിയ സൈസും ഉണ്ട്. ഇത് ഞാൻ നല്ലവണ്ണം കഴുകിയിട്ട് ഇതിലുള്ള വെള്ളം എല്ലാം ഒരു തോർത്ത് വെച്ചിട്ട് നല്ലവണ്ണം തുടച്ചെടുത്തതാണ്. അമ്പഴങ്ങ ഞാനിതാ ഇതുപോലെ ചെറിയ പീസുകളാക്കി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഞാൻ 1 ടീസ്പൂൺ ഇതിലേക്ക് വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. ഇപ്പോൾ കായത്തിൻ്റെ പൊടി ഇല്ലാത്തത് കാരണം ഞാൻ കായം കുത്തി പൊടിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ വശത്തും മുളക് ഉപ്പൊക്കെ ആവുന്ന ഇതുവരെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 4 പച്ചമുളക്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഉരുളിയിലാണ് അച്ചാറുണ്ടാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉരുളി വെച്ച് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഞാൻ നടുക പിളർന്നിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചത്. ഇനി നല്ലോണം പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഈ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല കുഴച്ച് വെച്ചിരുന്ന അമ്പഴങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അമ്പഴങ്ങ ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അതിലുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ആ എണ്ണയിൽ നമ്മൾ മൂപ്പിച്ചെടുത്തിരുന്ന അതെല്ലാം ഇതിൽ കടന്നിട്ട് നല്ലവണ്ണം മിക്സ് ആവുന്നവരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി നമ്മളിതിൽ ചേർക്കുന്നില്ല, കാരണം അമ്പഴങ്ങ അത്യാവശ്യം പുളിയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ എസൻസോ അല്ലെങ്കിൽ വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യം അമ്പഴങ്ങയുടെ അച്ചാറിന് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വറുത്ത ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിലേക്ക് ഞാൻ വിനാഗിരി അല്ലെങ്കിൽ സുർക്ക എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഞാൻ ഗ്രേവി ആയി നിൽക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പോളം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി ഇതൊന്ന് 1 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു 7 ദിവസം വരെ നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഒരു 7 ദിവസം കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്